ബഹുമാനിയായ നമ്മുടെ MP നമുക്കേറെ പ്രിയങ്കരനായ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, നമ്മുടെ മഹല്ല് ഖാദി ബഹുമാനിയും പ്രിയങ്കരനുമായ അബ്ദുൽ ബാരി ഫൈസി, മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി, നമ്മുടെ നാട്ടുകാരനും നമുക്കേറെ പ്രിയങ്കരനുമായ അൻവർ മുള്ളംപാറ, മഞ്ചേരി മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷൻ പ്രിയങ്കരനായ AP മജീദ് മാസ്റ്റർ, മുള്ളംപാറ മഹല്ല് പ്രസിഡന്റ് ബഹുമാനിയായ KT ഉമറാജി, നമ്മുടെ 37-ാം വാർഡ് കൗൺസിലർ DC മോഹനപ്പൻ്റെ വേദിയിലുള്ള നേതാക്കന്മാരെ, സദസ്സിലെ രക്ഷിതാക്കളെ, കാരണവന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, 8 വർഷങ്ങൾക്ക് മുമ്പ് മുള്ളംപാറയിൽ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ രൂപീകൃതമായിട്ടുള്ള പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ റിലീഫ് സെൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി ഇന്നും മുള്ളംപാറയിൽ ഒരു വലിയ അത്താണിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നാട്ടുകാരുടെ നിസ്സീമമായ സഹായ സഹകരണങ്ങൾ ഇക്കാലം അത്രയും നമ്മുടെ റിലീഫ് സെല്ലിന് ഉണ്ടായിട്ടുണ്ട് എന്നത് ഏറെ സന്തോഷകരമാണ്. അതിനുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ എല്ലാവരോടും അറിയിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ ഓരോ പ്രവർത്തകന്മാരോടും അവസാന നിമിഷം വരെ തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നത് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പണം അവരുടെ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി നിങ്ങൾ വിശ്രമമില്ലാതെ പ്രവർത്തിക്കണമെന്ന് ശിഹാബ് തങ്ങൾ എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ മുഖവിലേക്കെടുത്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിനകത്തും പുറത്തുമൊക്കെ ആയിരക്കണക്കിന് ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് എല്ലാവർക്കും അറിയാം. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ, നമ്മൾ ഒരുപാട് മെഡിക്കൽ ഉപകരണങ്ങൾ നമ്മുടെ നാടിലും പരിസര പ്രദേശങ്ങളുമൊക്കെ നമ്മുടെ ഈ ചാരിറ്റിയുടെ കീഴിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ നമ്മുടെ നാട്ടിലെ വളരെ അവശത അനുഭവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ മാസം തോറും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ ഒരുപാട് ആളുകളെ നമ്മൾക്ക് കഴിയാവുന്ന രൂപത്തിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലവരായ നാട്ടുകാർക്ക് അറിവുള്ള കാര്യമാണ്. ഇനിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നങ്ങൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനുണ്ട്. നമുക്കൊരു ആംബുലൻസ് വാങ്ങുക എന്നത് നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ്. ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾ കിടപ്പിലായ രോഗികളുണ്ട്. അവരൊക്കെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ സൗകര്യമായ രീതിയിൽ ഒരു ആംബുലൻസ് വാങ്ങണമെന്നൊരാഗ്രഹം നമ്മൾക്കുണ്ട്. ഇൻഷാ അല്ലാഹ് അത് തീർച്ചയായിട്ടും പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. അതുപോലെ ഇലക്ട്രിക്കിന്റെ ഓക്സിജൻ, കട്ടിൽ, വീൽ ചെയർ, വാട്ടർ ബെഡ്, എയർ ബെഡ് തുടങ്ങി ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതൊക്കെ എപ്പോഴും നമുക്ക് കുറവ് വരുന്ന സംഗതികളാണ്. അപ്പോൾ അതും ഇനിയും കൂടുതലായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിനൊക്കെ വലിയ ഒരു സംഖ്യ നമുക്ക് ചിലവ് വരും. ആ ചിലവ് വരുന്ന സംഖ്യ, അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ നമുക്ക് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതുവരെ സഹകരിച്ചതുപോലെ ഇനിയും സഹകരിച്ച് നമ്മളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് തന്നെ ഈ പരിപാടികൾ 2 വീൽ ചെയറുകൾ നമ്മുടെ ഈ പരിപാടികൾ 2 ആളുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവര് ബഹുമാനപ്പെട്ട MP-ക്ക് അത് കൈമാറിക്കൊണ്ട് ഇന്നിവിടെ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതുപോലെ നിങ്ങളാൽ കഴിയുന്നതുപോലെ ഈ ചാരിറ്റിയിലേക്ക് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം, നമ്മുടെ MP ബഹുമാനായ VT ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. VT-യോട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ, നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടി എന്നറിഞ്ഞപ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഏറ്റെടുത്തത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു മഹാമനുഷ്യനാണ്. തിരുവനന്തപുരം RCC-യിൽ അവരുടെ CH സെന്ററുണ്ട്. ആ CH സെന്ററൊക്കെ അതുമായി ബന്ധപ്പെട്ട അവിടെ പോയ ആളുകൾക്കറിയാം. അവിടുത്തെ ആ CH സെന്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുത്യർഹമായ സേവനങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. അതിലൊക്കെ ചുക്കാൻ പിടിക്കുന്നത്, അങ്ങനത്തെ ഒരുപാട് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് നമ്മുടെ MP എന്നത് നമുക്കേറെ അഭിമാനിക്കാൻ വകയുള്ള കാര്യമാണ്. അള്ളാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. നമ്മുടെ മഹല്ല് ഖാദി അബ്ദുൽ ബാരി ഫൈസി അവർ
അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കൊച്ചുകുട്ടികൾ മുതൽ പ്രായം ചെന്ന വലിയ ആളുകൾ വരെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ്. അദ്ദേഹം എപ്പോഴും നമ്മുടെ ദീനീ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ ഇടയിലൂടെ ജീവിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എത്തിച്ചേർന്ന മുഴുവൻ പ്രവർത്തകന്മാരെ, നമ്മുടെ ശിഹാബുദ്ദീൻ റൈഫിളിന്റെ മുഴുവൻ ഭാരവാഹികളെയും, ഒരു മാസത്തിലധികമായി ഇതിന്റെ പ്രവർത്തനങ്ങളുമായി വിശ്രമമില്ലാതെ നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും നമ്മൾ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും, പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരെയും, സഹോദരിമാരുടെ ഒരു നിറഞ്ഞ കൂലകുത്തി ഒഴുക്കാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നമ്മുടെ സൗകര്യങ്ങളൊക്കെ മതിയാവുമെന്ന് ഇപ്പൊ തന്നെ അറിയില്ല. ഇപ്പൊ തന്നെ അവിടെ നിറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് വളരെ ആവേശത്തോടുകൂടി ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന മുഴുവൻ സഹോദരിമാരെയും സഹോദരന്മാരെയും രക്ഷിതാക്കളെയും എല്ലാവരെയും ആത്മാർത്ഥമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ റിലീഫ് സെല്ലിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് CSK ശിഹാബ് തങ്ങളെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ റഹ്മാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.